ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ. ഞാൻ ബിനോപാൽ. ഇപ്രാവശ്യം സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ നീർച്ചാല ഈശോയെപ്പറ്റി പറയാം. ഈശോയുടെ വരവോടെ ചരിത്രം രണ്ടായി. ചിലർ പറയുന്നു ദൈവമാണോ, ദൈവപുത്രനാണോ, ചിലർ പറയുന്നു പ്രവാചകൻ മാത്രം, രണ്ടാമത് വരുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ചിലർ പറയുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു, ചിലർ പറയുന്നു നല്ലൊരു വിപ്ലവകാരിയായിരുന്നു, ചിലർ പറയുന്നു ഒരു മിത്താണ്. ഈശോ നിലവിലിരുന്ന ദൈവസങ്കല്പങ്ങളെ തകിടം മറിച്ചു. ഈശോ പറഞ്ഞു, ദൈവം സ്നേഹമാണ്, പിതാവാണോ. ദൈവകൽപ്പനകൾ 10 കൽപ്പനകൾ 2 ചുരുക്കാം. ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഇതിൽ സകലതും അടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എന്നെയാണ് ഈശോയാണ് സഹായിക്കുന്നതെന്ന് ഈശോ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കോ ഇത് ഊർജ്ജം പകരുന്ന വളരെ നല്ല വാക്കുകളാണ്. പണ്ട് കണ്ണിന് കണ്ണോ പല്ലിന് പല്ല് എന്ന നിയമങ്ങൾ നിലനിന്നിരുന്നു. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണോ അവ എഴുതപ്പെട്ടതോ. പരസ്പരം സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. പഴയ ആചാരമനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണം. ഒരു സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഈശോ നിലത്തെഴുതി, നിങ്ങൾ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. എല്ലാവരും പിരിഞ്ഞുപോയി. ഈശോ ആ സ്ത്രീയോട് പറഞ്ഞു, സമാധാനത്തിൽ പോവുക, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ഈശോ ക്ഷമയുടെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ പുതിയ നിയമ സുവിശേഷം അവതരിപ്പിക്കുകയായിരുന്നു. ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് അരൂപിയായ ആത്മാവായ ദൈവം രൂപമായി മനുഷ്യനായി ഈശോ. ദൈവത്തിനെല്ലാം സാധ്യം. ക്ലോണിംഗ് ഉദാഹരണം പോലെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ബൈബിൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം പറയുന്നു, ആദിയിൽ വചനം, ശബ്ദമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, സകലതും വചനത്താൽ ഉണ്ടായി. വചനരൂപമായി ഈശോ. ദൈവത്തിനും മനുഷ്യനും മാത്രം തൃത്വം. പിതാവ്, പുത്രൻ, ഈശോ, പരിശുദ്ധാത്മാവ്. ദേഹം, ദേഹി, ആത്മാവ് മനുഷ്യന്. പക്ഷിമൃഗാദികൾക്കും മറ്റ് ജീവനുള്ളതും ഇല്ലാത്തതുമായ സകലതിനും ദേഹം, ദേഹി മാത്രം. പക്ഷിമൃഗാദികൾക്ക് ആത്മാവോ വിശേഷബുദ്ധി ഇല്ല, 6th സെൻസ് ഇല്ല. അവ പണ്ടും ഗുഹകളിൽ, കൂടുകളിൽ, ഒരേ ജീവിത രീതി, എല്ലാം ഒരു റോബോട്ട് പോലെ. ദൈവം സൂപ്പർ പ്രോഗ്രാമർ ചെയ്ത പ്രോഗ്രാം അനുസരിച്ച് ജീവിക്കുന്നു, ചലിക്കുന്നു, കറങ്ങുന്നു, വളരുന്നു. ഉദാഹരണമായി ആപ്പിൾ, അതിൻ്റെ ദേഹം എന്നാൽ അതിൻ്റെ ഫിസിക്കൽ ബോഡിയാണ്. ദേഹി എന്നാൽ ആപ്പിളിൻ്റെ രുചിയാണ്. ആന, അതിൻ്റെ ഫിസിക്കൽ ബോഡി ദേഹമാണോ, അത് സസ്യബുക്കാണോ അതിൻ്റെ ദേഹി. മനുഷ്യൻ തൻ്റെ ആത്മാവ് 6th സെൻസ് ഉപയോഗിച്ച് സകല ഇൻവെൻഷൻസും ഡിസ്കവറീസ് നടത്തുന്നു. 6th സെൻസ് ഉപയോഗിച്ചു. ഗുഹയിൽ നിന്ന് പുറത്തു വന്നു, ചന്ദ്രനിലെത്തി ചൊവ്വയിൽ പോകാമോ എന്ന് നോക്കുന്നു. നമ്മളെ കെട്ടിയിട്ട് വളർത്താറില്ല. മക്കൾ സ്വതന്ത്രരാണ്, പക്ഷേ മൃഗങ്ങളെ നിയന്ത്രിക്കും. സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ, മക്കൾ എന്ന സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ, തെറ്റും ശരിയും തിരിച്ചറിയുന്ന മനുഷ്യൻ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നതാണ് സകല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം. ആൽബർട്ട് ഐൻസ്റ്റീൻ E=mc² എന്ന ഫോർമുല കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മനുഷ്യൻ്റെ പുരോഗതി, നന്മ മാത്രം സ്വപ്നം കണ്ടു. എന്നാൽ വേറെ മനുഷ്യൻ തിന്മ കണ്ടു. അവർ അണുബോംബുണ്ടാക്കി. എല്ലാം മനസ്സിൽ നിന്ന് വരുന്നു. മനസ്സ് ശുദ്ധമായാൽ എല്ലാം ശുദ്ധമാകും. അതാണ് ഈശോ പറഞ്ഞത്, മനസ്സിൽ മാറ്റം വരുത്തി ശിശുക്കളെ പോലെ ആയാൽ ഭൂമിയിൽ സ്വർഗ്ഗം വരുമെന്നും ദൈവത്തെ കാണുമെന്നും. ശുദ്ധമായ വെള്ളത്തിൽ ആകാശത്തെ കാണാം, അതുപോലെ ശുദ്ധമായ മനസ്സിൽ ദൈവത്തെ കാണാം. ശിശുക്കൾ എല്ലാം മറക്കും, പുറക്കും, എപ്പോഴും ചിരിക്കും. നമ്മൾ ചിലപ്പോൾ ആത്മഗതം ചെയ്യും. ഈശോ പിതാവിനോട് സംസാരിക്കുന്നു. നമ്മൾ നമ്മുടെ ശക്തിയാൽ, ഊർജ്ജത്താൽ പ്രവർത്തിക്കുന്നു. ദൈവം തൻ്റെ ശക്തിയാൽ, ഊർജ്ജത്താൽ, പരിശുദ്ധാത്മാവിനാൽ സകലതും ചെയ്യുന്നു. വെള്ളത്തിൻ്റെ സത്ത, കെമിക്കൽ ഫോർമുല 3 അവസ്ഥയുടെയും ഒന്നാണ്. പ്രകാശത്തിൽ പ്രകാശമുണ്ട്, ചൂടുണ്ട്, പ്രകാശരശ്മികളുണ്ട്. 3 അടിസ്ഥാന കളറുകളിൽ നിന്നാണ് ബാക്കി എല്ലാ കളറുകളും വരുന്നത്. പ്രപഞ്ചത്തിൽ വസ്തു മൂവാകുമ്പോൾ സമയം മറന്നു ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു. ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ഇത് സംഭവിക്കുന്നു. ഇവിടെയും നമുക്ക് തൃത്വത്തെ കാണാം. ഈശോയുടെ കുരിശിൽ ഹീബ്രു, ഗ്രീക്ക്, ലത്തീൻ ഭാഷകളിൽ INRI, യേസൂസ് നസ്രാനസ് റെക്സ് യുദേരം, ജീസസ് ഓഫ് നസ്രത്ത്, കിങ് ഓഫ് ജൂസ്, ജൂതന്മാരുടെ രാജാവ് നസ്രാൻ ഈശോ എന്നോ 3 ഭാഷകളിൽ, ഹീബ്രു, ഗ്രീക്ക്, ലത്തീൻ ഭാഷകളിൽ എഴുതി വച്ചിരുന്നു. മധ്യപൗരസ്ദേശത്ത് അവസാന അക്ഷരം S പറയാറില്ല, യേശു ആയി മാറി. ചില ആഫ്രിക്കൻ ഭാഷകളിൽ യേസൂസ് എന്ന് പറയുന്നു. അറബി, ഹിന്ദി, സംസ്കൃതം, മറ്റു ചില ഭാഷകളിൽ ഈസ എന്ന് പറയുന്നു. ഈശോ സംസാരിച്ച അറമായ ഭാഷയിലും മലയാളത്തിലും ഈശോ എന്ന് പറയും. പുരാതന ലത്തീൻ ഭാഷയിൽ ഐക്കും ജയ്ക്കും പൊതുവെ ഒറ്റലക്ഷരം. അത് അതേപടി ഇംഗ്ലീഷിൽ മൊഴിമാറ്റം നടത്തിയപ്പോൾ ജീസസ് ആയി. ഇന്നത്തെ ഇംഗ്ലീഷ് പോലെ BC വ്യാപകമായി മധ്യപൗരദേശത്തും ഇന്ത്യയിലും വ്യാപകമായി അറമായ ഭാഷ ഉപയോഗിച്ചിരുന്നു. ഈശോ സംസാരിച്ചിരുന്ന ഭാഷയും അറമായ ഭാഷയാണ്. ഈശോയുടെ ശിഷ്യരിൽ ഭൂരിപക്ഷവും യഹൂദരായിരുന്നു. BC സമയത്ത് ബുദ്ധമത പ്രചരണം നടത്തുവാൻ എഴുതിയ ശിലാലിഖിതത്തിൽ അശോക ചക്രവർത്തി അറമായ, ഗ്രീക്ക്, പ്രാകൃതിക് ഭാഷകൾ ഉപയോഗിച്ചു. ഇപ്പോൾ മധ്യപൗരദേശത്ത് സിറിയയിൽ മാത്രം ചില ഗോത്രങ്ങൾ മാത്രം അറമായ ഭാഷ ഉപയോഗിക്കുന്നു. ഇസ്ലാം വന്നു, അറബി ഭാഷയുടെ ആധിപത്യം വന്നു. എന്നാൽ ഇന്ത്യയിൽ, കേരളത്തിൽ പുരാതന സുറിയാനി, നസ്രാണി, ക്രിസ്ത്യൻസ്, സീറോ മലബാർ, മലങ്കര, ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, കൽദായ, ക്നാനായ വിഭാഗങ്ങൾ അറമായ ഭാഷ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു.
ഇതിൽ ഓർത്തഡോക്സ്, യാക്കോബായ, സിറോ മലങ്കര, കൽദായ വിഭാഗങ്ങൾ പൂർണ്ണമായും അറമായ ഭാഷ ഉപയോഗിക്കുന്നു. എന്നാൽ സിറോ മലബാർ സഭ മലയാളത്തിലാക്കി. ചില പള്ളികളിൽ സ്ഥിരമായും ചില പള്ളികളിൽ തിരുനാൾ അവസരങ്ങളിലും അറമായ ഭാഷ ഉപയോഗിക്കുന്നു. മധ്യ പൗരസ്ത്യദേശം റോമിൻ്റെ ആധിപത്യത്തിൽ സിറിയ പ്രവേശിയായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ സിറിയ മധ്യ പൗരസ്ത്യദേശം സുറിയാണ്. സുറിദേശത്തു നിന്ന് ക്രിസ്തുമതം ഇന്ത്യയിലെത്തി. സുറിദേശത്തെ ഭാഷ അറമായ ഭാഷ നാട്ടിൽ സുറിയാനിയായി. ഇംഗ്ലീഷിൽ ക്രിസ്ത്യൻ, മലയാളത്തിൽ ക്രിസ്ത്യാനിയാകുന്നത് പോലെ. പുരാതന യഹൂദരിൽ രണ്ട് വിഭാഗക്കാർ പ്രധാനമായുണ്ടായിരുന്നു: ഫരിസ്യർ, സദുക്കായർ. യഹൂദരിൽ കുറേ പേർ ഈശോയെ മിശിഹായെ അംഗീകരിച്ചു. നസ്രാൻ ഈശോയുടെ അനുയായികൾ എന്ന നിലയിൽ യഹൂദർ അവരെ നസ്രാൻ പക്ഷക്കാർ എന്ന് വിളിച്ചു. യഹൂദർ അവരെ തങ്ങളിൽ തന്നെ മൂന്നാം വിഭാഗമായി കരുതി യഹൂദർ ജെറുസലേം ദേവാലയത്തിൽ വരാൻ അനുവദിച്ചു. എന്നാൽ ക്രമേണ മറ്റ് സമൂഹത്തിൽപ്പെട്ടവർ കൂടുതൽ ക്രിസ്തുമതം സ്വീകരിച്ചു. അവരും ദേവാലയത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ യഹൂദർ നസ്രാൻ പക്ഷക്കാരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. അവർ പിന്നീട് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന പേര് സ്വീകരിച്ചു. ബൈബിൾ പുസ്തകം അപ്പോസ്തലപ്രവൃത്തികൾ വായിച്ചാൽ ആദ്യ പെന്തക്കോസ്ത് ദിവസം ലോകം മുഴുവൻ നിന്നുള്ള പല ഭാഷകളിൽ നിന്നുള്ള യഹൂദർ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നു എന്നും അവരിൽ കുറേ പേർ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറയുന്നു. അവർ തിരിച്ചുപോയപ്പോൾ അവർ വഴി ക്രിസ്തുമതം ലോകം മുഴുവൻ വ്യാപരിച്ചു. എന്നാൽ ഭൂരിപക്ഷം യഹൂദർ ഈശോയെ മിശിഹായി അംഗീകരിച്ചില്ല. അവർ തള്ളിപ്പറഞ്ഞു. യഹൂദർ മിശിഹ വരും എന്ന പ്രതീക്ഷയിൽ കഴിയുന്നു. ഈശോയുടെ ശിഷ്യർ വഴിയും ക്രിസ്തുമതം ലോകം മുഴുവൻ വ്യാപരിച്ചു. നാട്ടിൽ തോമസ് ലീഹ പ്രധാനമായും ചിതറിയ യഹൂദരെ തേടിയാണ് വന്നത്. അദ്ദേഹം പ്രധാനമായും 2 പ്രാവശ്യം ഇന്ത്യയിൽ വന്നു. ഈശോയുടെ ശിഷ്യനായ ബർത്തുലോമിയ മുംബൈ ഭാഗത്ത് വന്നു. മുംബൈയിൽ മസായ് ഭാഗത്ത് ശക്തമായ ക്രിസ്ത്യൻ സാന്നിധ്യമുണ്ടോ? തോമസ് ലീഹ ആദ്യം വന്നതോ വടക്കേ ഇന്ത്യയിൽ തക്ഷില എന്ന സ്ഥലത്താണോ? അതിപ്പോൾ പാകിസ്ഥാനിലാണ്. ഗൊണ്ടഫർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവ് ക്രിസ്തുമതം സ്വീകരിച്ചു. ധാരാളം പേർ ക്രിസ്തുമതം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം തെക്കേ ഇന്ത്യയിൽ, കേരളം, തമിഴ്നാട്ടിൽ വരുന്നു. യഹൂദരിൽ ചിലരും, യഹൂദരിൽ ധാരാളം പേരും, യഹൂദരല്ലാത്തവരിലും ധാരാളം പേർ ക്രിസ്തുമതം സ്വീകരിച്ചു. പൊതുവെ അവർ നസ്രാനി ഈശോയുടെ അനുയായികൾ എന്ന നിലയിൽ നസ്രാണി എന്ന് വിളിക്കപ്പെട്ടു. ക്രിസ്ത്യൻ മലയാളത്തിൽ ക്രിസ്ത്യാനിയാകുന്ന പോലെ. കേരളത്തിൽ വ്യാപാരം പൂർണ്ണാടുകളുമായി നന്നായി നടന്നിരുന്നു. യഹൂദരായിരുന്നു നന്നായിട്ട് നടത്തിയിരുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിൽ അതുകൊണ്ട് ക്രിസ്തുമതത്തിന് വളരെ വേഗം വളരാൻ സാധിച്ചു. എന്നാൽ ഉത്തരേന്ത്യയിൽ ഗൊണ്ടഫർ രാജാവിന് ശേഷം ശക്തമായ നേതൃത്വം ഇല്ലാതെ പോയി. പുറം ക്രിസ്ത്യൻ രാജ്യങ്ങളുമായി ബന്ധം നഷ്ടപ്പെട്ടു. അങ്ങനെ ക്രിസ്തുമതത്തിൻ്റെ സ്വാധീനം വളരെ വേഗം നഷ്ടമായി. തോമസ് ലീഹ വരുമ്പോൾ ബൈബിൾ ഒറ്റപ്പുസ്തകമാക്കിയിരുന്നില്ല. അത് AD 110 വിവിധ പുസ്തകങ്ങൾ ചേർത്ത് ഒറ്റപ്പുസ്തകമാക്കിയത്. ആ സമയത്ത് കേട്ട് വിശ്വസിച്ച കാര്യങ്ങൾ അന്ന് നിലനിരുന്ന ഭാഷകളിൽ എഴുതി വെച്ചു. ഈസ എന്ന തലക്കെട്ടിൽ ആദ്യം എഴുതിയ പുസ്തകം ആണ് ഈസാവ്യാസ ഉപനിഷത്ത്. ഇന്ത്യയിൽ തൃത്വം പോലെ വ്യാപകമായ ത്രിമൂർത്തി വിശ്വാസം കാണാം. ആദ്യത്തിലുണ്ടായിരുന്ന വചനത്തിൽ നിന്ന്, ശബ്ദത്തിൽ നിന്ന് സകലതും ഉളവായി എന്ന് ബൈബിൾ പറയുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം. സമാനമായ വിശ്വാസം ഇന്ത്യയിലും കാണാം. ത്രിമൂർത്തി വിശ്വാസം കാണാം. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള വിശ്വാസം ആദ്യത്തിലുണ്ടായിരുന്ന ഓം എന്ന ശബ്ദത്തിൽ നിന്ന് സകലതും ഉളവായി. തമ്മിൽ ബഹുമാനം കുറയ്ക്കാൻ ഇന്നിന് പകരം ഉപയോഗിക്കുന്നു. ഉദാഹരണം, രാം ഉത്തരേന്ത്യയിൽ, കേരളത്തിലും തമിഴ്നാട്ടിലും വരുമ്പോൾ രാമനാകുന്നു. എന്നാൽ തമിഴിൽ കൂടുതൽ ബഹുമാനം കുറയ്ക്കാൻ രാമറാകും. ഈശനായും ഈശനായും ഈശ്വരനായും മഹാ ഈശ്വരൻ മഹേശ്വരനായും പരമമായ ഈശ്വരൻ പരമേശ്വരനായും മാറി വിവിധ ഇന്ത്യൻ ഭാഷകളിൽ. ഇനി ദൈവമനുഷ്യബന്ധം സാറ്റലൈറ്റ് റിസീവർ ട്യൂണിംഗ് പോലെയാണ്. ദൈവം സാറ്റലൈറ്റ്, പരമാത്മാവോ പരിശുദ്ധാത്മാവോ, നമ്മളുടെ ആത്മാവോ ജീവാത്മാവോ. അന്തരീക്ഷം ക്ലിയറെങ്കിൽ പ്രോപ്പർ ട്യൂണിംഗ് നടന്നാൽ ദൈവത്തിൽ നിന്ന് സിഗ്നൽ, ഇൻസ്പിരേഷൻ, സ്പാർക്ക്, ദർശനങ്ങൾ കിട്ടും. ദൈവസ്നേഹമാണ്. സ്നേഹത്തിൻ്റെ അഭാവം, വെറുപ്പ്, ദൈവത്തോടും മനുഷ്യരോടുമുള്ളത്, വിചാരം, വാക്ക്, പ്രവൃത്തി ഉള്ളതാണ് പാപം. നമുക്ക് അന്തരീക്ഷം ക്ലിയർ, നമുക്ക് നല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അന്തരീക്ഷം ക്ലിയറാണ്, സ്നേഹത്തിൻ്റെ അഭാവമാണ്, ദൈവത്തോട് മനുഷ്യരുള്ളതാണ് പാപം. പിന്നെ നമുക്ക് ഈശോ പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ മാറ്റപ്പെടുത്തിയ ശിശുക്കളെ പോയാൽ സ്വർഗം ഭൂമിയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സ് ശുദ്ധമായെങ്കിൽ ശിശുക്കൾ എല്ലാം മറക്കും, പൊറുക്കും, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈശോ പറഞ്ഞു മനസ്സ് മാറി ശിശുക്കളെ പോലാകാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അതുപോലെ തന്നെ അന്തരീക്ഷം ക്ലിയർ ആയെങ്കിൽ, അതുപോലെ വെള്ളം ക്ലിയർ ആണെങ്കിൽ മനസ്സ് ശുദ്ധമായാൽ ദൈവത്തെ കാണാം. അതുപോലെ മനസ്സ് ശുദ്ധമായെങ്കിൽ ദൈവത്തെ കാണാം. അതുപോലെ വെള്ളം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആകാശത്തെ കാണാം. പുരാതന കാലത്ത് മനുഷ്യർ പലതരം ബലികൾ നടത്തിയിരുന്നു. മൃഗബലി, നരബലി, പലതരം ബലികൾ. യഹൂദർ ആടിൻ്റെ മേൽ കുറ്റം ചുമത്തി അതിനെ ബലി നിൽക്കിയിരുന്നു പാപമോചനത്തിനായി. ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് ആരെങ്കിലും ഈശോയെ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിച്ചോ ഈശോയുടെ കുരിശിലെ ബലിയാൽ പാപമോചനം കിട്ടിയെന്ന് വിശ്വസിച്ചാൽ പാപമോചനം സൗജന്യമായി കിട്ടുന്നു. പിന്നെ അവൻ ദൈവമക്കളായി. അവർ രണ്ടാം ജനനം ആത്മാവിൽ ജനിച്ചു. പിന്നീട് കൽപ്പന പാലിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ പുതിയ മനുഷ്യനായി, ദൈവമകനായി, സ്വതന്ത്രനായി ജീവിക്കുക.
അങ്ങനെ ജീവിച്ചാൽ ബൈബിൾ പുസ്തകം ലേവ്യർ 26 നിയമാവർത്തനം 28 പറയുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കും. മക്കൾ, മാതാപിതാക്കൾ, ജോലി, കൃഷിസ്ഥലം, മൃഗങ്ങൾ, കാലാവസ്ഥ, ഭരണാധികാരികൾ എല്ലാം അനുഗ്രഹമായി മാറും. ഈശോ അനുഗ്രഹിക്കട്ടെ.